സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി കേന്ദ്ര സർക്കാരിന്റെ സമീപനമല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ നയപ്രശ്നങ്ങളും ഭരണവൈകല്യങ്ങളുമാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. സർക്കാർ അടിയന്തര പ്രമേയം അനുവദിച്ചു. ഉച്ചയ്ക്ക് 1 മണി മുതലുള്ള 2 മണിക്കൂർ സമയം അതിന്മേൽ ചർച്ച നടത്തി. പക്ഷേ അടിയന്തര പ്രമേയം തള്ളുകയാണ് ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടല്ല, കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന വിവേചന സമീപനമാണ് സംസ്ഥാനത്തിന്റെ ഞെരുക്കത്തിന് കാരണം എന്ന് ആവർത്തിച്ചു പറയുന്നു സർക്കാർ. പ്രതിപക്ഷത്തിന്റെ സമീപനം മറിച്ചാണ്. ഇന്നത്തെ 2 മണിക്കൂർ ചർച്ച കണ്ട മലയാളിക്ക് ഇതിലെ ഏതു ഭാഗമാണ് ബോധ്യപ്പെട്ടത്? ആരെയാണ് തുറന്നു കാണിച്ചത്? കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്വന്തം വൈകല്യങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ സർക്കാരും സർക്കാർ പക്ഷവും? അതോ സർക്കാരിനെ ജനങ്ങൾക്ക് മുന്നിൽ അവമതിപ്പുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വിമർശനങ്ങളെ പ്രതിപക്ഷം മറച്ചു വെക്കുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള ചിറ്റമ്മ നയം കേരളത്തോട് സ്വീകരിക്കുകയും കേരളത്തെ പ്രയാസത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നുണ്ടോ? ഈ വിഷയം വീണ്ടും സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷന്. എന്നോടൊപ്പം കോൺഗ്രസ് MLA ശ്രീ M. വിൻസെന്റ്, BJP ശ്രീ E. കൃഷ്ണദാസ് എന്നിവർ ചേരുന്നു. ഒപ്പം സർക്കാരിന് വേണ്ടി സംസാരിക്കാൻ ഒരാളെ കൂടി നമ്മൾ വളരെ വേഗത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ വിൻസെന്റ്, ഇത് കേന്ദ്ര സർക്കാരിന്റെ വിവേചനമൊന്നും അല്ല, മറിച്ച് പിണറായി വിജയന് ഭരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇന്ന് എന്ന് ആത്മവിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അതിന്റെ കാരണങ്ങളിൽ ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും ബഹുഭൂരിപക്ഷവും സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളും നിലപാടുകളുമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അല്ല, കേന്ദ്രത്തിന് ഇതിൽ പങ്കേയില്ല എന്നുള്ള നിലപാടും ഞങ്ങൾ എടുക്കുന്നില്ല. സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നിലപാടുകളും നയങ്ങളും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ അടിയന്തര പ്രമേയത്തിലൂടെ ഞങ്ങൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് കോടതിയിൽ സർക്കാർ തന്നെ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കപ്പെടുകയാണ്. ഇവിടെ ഞങ്ങൾ പറയുന്നത് GST നടപ്പിലാക്കിയതോടുകൂടി കേരളം കൂടുതൽ സാമ്പത്തികമായ മെച്ചപ്പെട്ട അവസ്ഥയിലെത്തും എന്നാണ് അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് വ്യക്തമാക്കിയത്. എന്നാൽ വിപരീതമായ ഫലമുണ്ടാകുമ്പോൾ തോമസ് ഐസക്കിന് പെശക് പറ്റിയോ എന്ന്, അതോ ഗവൺമെന്റിന്റെ നടപടികളിലാണോ പെശക് എന്നുള്ളതല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. തോമസ് ഐസക് പറഞ്ഞതിൽ വലിയ പെശകുണ്ടെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം GST നടപ്പിലാക്കുന്നതോടുകൂടി കേരളത്തിന്റെ നിലവിലുള്ള നികുതി വരുമാനത്തിൽ നിന്ന് വർധന ഉണ്ടാകേണ്ടതാണ്. കുറഞ്ഞതിന് 30% വർധനവ് കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്തു. ഇതിനുള്ള കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഈ GST എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഉള്ള കാലയളവിൽ നികുതി വകുപ്പിനെ GSTക്ക് അനുരോധമായി അതിനെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി നമുക്ക് GST ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഗുരുതരമായ വീഴ്ച പറ്റി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട യഥാർത്ഥ നികുതികൾ പിരിച്ചെടുക്കുന്നതിൽ വലിയ പരാജയമാണ് സർക്കാരിനുണ്ടായത്. ഇവിടെ സ്വർണത്തിന്റെ കാര്യം പ്രതിപക്ഷം ആവർത്തിച്ച് എന്നെല്ലാം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യുന്നു അന്നെല്ലാം ഞങ്ങൾ ആവർത്തിച്ചു പറയുന്ന കാര്യമാണ്, സ്വർണത്തിൽ നിന്നും നമുക്ക് നികുതി ലഭിക്കുന്നില്ല. ഇപ്പോ പവന് 2000 രൂപയായിരുന്ന കാലത്തെ നികുതിയാണ് ഇപ്പോ ഗ്രാമിന് 2000 രൂപയായിരുന്ന കാലത്തെ നികുതിയാണ് ഇപ്പോൾ 2000 രൂപ 5000 രൂപ ആകുമ്പോഴും ഉള്ളത്. 500 രൂപയായിരുന്ന കാലത്തെ നികുതിയാണ് ഇപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന സ്വർണ്ണ ഉപയോക്താക്കളുടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ കേരളത്തിലാണ്. അപ്പൊ സ്വാഭാവികമായും സ്വർണത്തിൽ നിന്നുള്ള നികുതി ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കേണ്ടതാണ്. അത് ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അത് പരിശോധിക്കാനോ അതിലുള്ള പാളിച്ചകൾ കണ്ടെത്തി പരിഹരിക്കാനോ സർക്കാർ തയ്യാറാകാത്തതെന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. അതുപോലെ തന്നെ നമ്മുടെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ UDF സർക്കാരിന്റെ കാലത്തുള്ള ബാറുകളൊന്നുമല്ല. അന്ന് നമ്മളെല്ലാം അടച്ചുപൂട്ടിയിരുന്നു. 812 ബാറാണെന്നുണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോ എത്രയോ ബാറുകൾ അതിനുശേഷം തുറന്നിട്ടുണ്ട്. മദ്യത്തിന്റെ ഉപഭോഗം എത്രമാത്രം വർദ്ധിച്ചു.
ഇങ്ങനെയെല്ലാം ആയിരിക്കുമ്പോഴും മദ്യത്തിൽ നിന്ന് വരുമാനം കൂടുന്നില്ല. അവരെഴുതി തരുന്ന കണക്കുകളെ റിലേ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നികുതി വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമാഹരിക്കാൻ കഴിയുന്ന നികുതി വരുമാനം സമാഹരിക്കാതിരിക്കുകയും സർക്കാർ ചെയ്യേണ്ടുന്ന ശക്തമായ നികുതി പുനഃസംഘടനയും നികുതി വകുപ്പിനെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ജിഎസ്ടിക്ക് പിരിച്ചെടുക്കുന്നതിന് സഹായകരമായ രീതിയിൽ നികുതി വകുപ്പിനെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ലൂപ്പ് ഹോളുകൾ അടയ്ക്കാനും, എവിടെയെല്ലാമാണ് ചോർച്ചയുണ്ടാകുന്നത്, കള്ളത്തരങ്ങൾ കാണിക്കുന്നത് എവിടെയെല്ലാമാണ്, അത് കണ്ടെത്തി അടയ്ക്കുന്നതിന് കാര്യത്തിൽ സർക്കാർ കുറ്റകരമായ വീഴ്ച വരുത്തി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിയാണ്, നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര സർക്കാർ നമ്മളോട് വിവേചന സമീപനം കാണിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ പിരിവുകൾ വേണ്ടത്ര നന്നായി പോകാത്തതിന്റെ പ്രശ്നമുണ്ടെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഏതാണ്ട് 1,00,000 കോടിയുടെയെങ്കിലും ഫ്ലോ കുറവാണ്, നമുക്ക് ഫണ്ടില്ല എന്നതിൻ്റെ പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ്. അതിന് ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ നമുക്കറിയാലോ. ഇപ്പം ധനകാര്യ കമ്മീഷൻ്റെ പുതിയ സമീപനം നമ്മുടെ പൈസ വല്ലാതെ കുറച്ചിട്ടുണ്ട്. അടുത്ത കമ്മീഷൻ ഇനിയും കുറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഈ ധനകാര്യ കമ്മീഷൻ്റെ പെർസെൻറ്റേജും അവർ തരുന്ന പൈസയും വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നുണ്ട്. അതിനെയെല്ലാം നമുക്ക് ഈ നികുതി പിരിവിലൂടെ കിട്ടാനുള്ള പൈസ പിരിച്ചെടുത്ത് മാനേജ് ചെയ്യാൻ കഴിയും എന്നതാണോ നിങ്ങളുടെ സാമ്പത്തിക സമീപനം? അതാണ് ആദ്യം അറിയേണ്ട കാര്യം. കാരണം നമുക്ക് കിട്ടാനുള്ള പൈസ പിരിച്ചെടുത്താൽ ഇപ്പോൾ ഉള്ള ലോസ് നമുക്ക് പൂർണ്ണമായിട്ടും മാനേജ് ചെയ്യാൻ കഴിയുമോ? അതുപോലെ വേറൊരു കാര്യം കൂടി ഉള്ളത്, നിങ്ങളുടെ ഭരണകാലത്തെല്ലാം ഈ നികുതി പിരിവ് എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന്, 14ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് റവന്യൂ ഡെഫിസിറ്റായി നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ കേരളത്തിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് നൽകിയിട്ടുള്ളത് 9,519 കോടിയാണ്. 9,519 കോടി. ഇപ്പോൾ നടപ്പിലുള്ള 15ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് നൽകിയിട്ടുള്ളത് 53,137 കോടി രൂപയാണ്. 9,519 നിന്ന് 53,137 കോടി രൂപയായി നമ്മുടെ ഡെഫിസിറ്റ് ഗ്രാന്റ് വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ എത്രയാണത്? ഏകദേശം 44,000 കോടി രൂപയുടെ അധികമായിട്ടുള്ളൊരു ഫ്ലോ നമ്മുടെ എക്കണോമിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ നമുക്ക് പണം കിട്ടിയിട്ടില്ല എന്ന് ഇവർ പറയുന്നതിന്റെ കാരണം എന്താ? ഈ 5 വർഷത്തേക്കാണ് 53,137 കോടി. ആദ്യത്തെ വർഷം 2021 15,323 കോടി രൂപയും 21-22 19,891 കോടി രൂപയും 22-23 13,174 കോടി രൂപയും ലഭിച്ചു. അപ്പൊ ഇത് മൂന്നും കൂടെ കൂട്ടി നോക്കിയാൽ ബാക്കി വരുന്നത് 4,749 ആണ്. അപ്പൊ 2023-24 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ലഭിക്കുക 4,749 ആണ്. അതിന്റെ ബാക്കിയുള്ളതാണ്. അപ്പോൾ ആണ് അവർ പറയുന്നത് കഴിഞ്ഞ വർഷം 13,000 കിട്ടി, ഇപ്പോൾ അത് 4,000 കുറഞ്ഞു. അതിന്റെ കണക്കിങ്ങനെയാണ്. അപ്പോൾ 2024-25 ഒന്നും കിട്ടത്തില്ല, കാരണം മുഴുവനും വാങ്ങിയെടുത്തു കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ഇപ്പോ സർക്കാർ പറയുന്നത് നമുക്കുള്ള നികുതി ഷെയർ കിട്ടുന്ന ഡിവൈസീവ് പൂളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നികുതി അത് 3.8% നിന്ന് 1.92% ആയിട്ട് കുറച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വലിയ കുറവ് അക്കാര്യത്തിൽ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്ഥിതി എന്താണ്? 3.8 എന്ന് പറയുന്നത് 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്താണ്. 10ാം ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 1995-ലാണ്. 1995-ലാണ് 3.8% നമുക്ക് നികുതി ഷെയർ നമുക്ക് ഡിവൈസീവ് പൂളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 14ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ഇത് 2.5 ആയിരുന്നു. ഇപ്പോഴത് 1.92 കുറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ 14ാം ധനകാര്യ കമ്മീഷന്റെ കാലത്തിന് ശേഷം ഇപ്പോൾ 1.92 ആകുമ്പോൾ ഒരു 12,000 കോടി രൂപയുടെ കുറവ് ആ കാര്യത്തിൽ വരും. അപ്പൊ കുറെ കുറവുകൾ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ഇവർ പറയുന്നത് പോലെ ഈ 57,000 കോടി രൂപ കേരളത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ കണക്കുകൾ ഞങ്ങൾ ആവർത്തിച്ച് ധനകാര്യ മന്ത്രിയോട് ചോദിച്ചു. നിങ്ങൾ 57,000 പൊസിഷൻ എന്താണ്? നിങ്ങളിപ്പോ 10ാം ധനകാര്യ കമ്മീഷന്റെ കണക്കും 15ാം ധനകാര്യ കമ്മീഷന്റെ കണക്കും പറയുകയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ 1.9% ആണ് നമുക്ക് തരുന്നത്. അത് പോരാ, ഈ മാറിയ കാലത്ത് കേരളത്തിന് ജീവിക്കാനെന്നത് സർക്കാരിന്റെ ഒരു നിലപാടാണ്. നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ?
അത് വലിയ കുറവാണല്ലോ 12,000 കോടി എന്ന് പറയുന്നത്. നോക്കൂ, തീർച്ചയായും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ തീർച്ചയായും. പ്രധാന സംഗതി നമുക്ക് ആഭ്യന്തര വരുമാനത്തിന്റെ കടമെടുപ്പ് പരിധിയുടെ കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ, കടമെടുപ്പ് പരിധിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി കടമെടുക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളെ കൂടുതൽ കരുത്തരാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 31% നമുക്ക് കടമെടുക്കാമല്ലോ, അപ്പോൾ പദ്ധതികൾ ആവശ്യം പോലെ ആകാം. അന്ന് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, ഞെരുക്കം മാത്രമേ ഉള്ളൂ എന്ന് മാണിസാറും ഈ ഉമ്മൻചാണ്ടിയും നിരന്തരം പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കടമെടുപ്പ് നമ്മുടെ മുന്നോട്ട് പോക്കിന് പ്രധാനമാണ് എന്ന് വിചാരിച്ചിരുന്നവർ തന്നെയാണ് നിങ്ങൾ. പുതിയ കാലത്ത് 12,000 കോടി കുറയുന്നത് പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചൊരു ഒരു 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 കൺസ്യൂമർ സ്റ്റേറ്റിനെ സംബന്ധിച്ച്. അല്ല, അതിനെ നിങ്ങൾ വേണ്ടത്ര ഊന്നൽ കൊടുക്കുന്നില്ലേ? നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഈ പറഞ്ഞ പിരിവ് നടക്കുന്നില്ല എന്നത് മാത്രമാണോ? അല്ല, ഈ 12,000 കോടി കുറയുന്നു എന്ന് പറയുന്നത് ഓവർ ദ ഇയേഴ്സ് ആണ്. ഇത് 3.8 നിന്ന് 95-ലെ 3.8 നിന്ന് നമ്മുടെ 2000 ഈ തൊട്ട് മുമ്പത്തെ ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 2020 മുമ്പുള്ള 5 വർഷക്കാലത്തേക്ക് എത്തുമ്പോൾ അത് 2.5 എന്ന് പറഞ്ഞാൽ ഏകദേശം 1.3% കുറവാണ് 95 മുതൽ 2020 വരെയുള്ള കാലയളവിൽ കുറഞ്ഞത്. 1.3. അത് ഇപ്പോൾ തോന്നുമ്പോൾ 0.6% ഇപ്പോൾ കുറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് എല്ലാ ഗവൺമെന്റ് കാലത്തും നമുക്ക് ഈ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സുപ്രധാനമായിട്ടുള്ള വസ്തുത. പിന്നെ കടമെടുക്കുന്നതിനെ ആരാണ് എതിർക്കുന്നത്? നമ്മൾ കടമെടുക്കുന്നതിനെ എതിർക്കുന്നില്ലല്ലോ. നിങ്ങൾ കടമെടുക്കണം. കടമെടുക്കുന്നത് എല്ലാ ഗവൺമെന്റുകളും കടമെടുത്തതല്ല. ഇപ്പോൾ കടമെടുപ്പിനൊരു പരിധി നിശ്ചയിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് പോകണമെന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ കടമെടുപ്പ് നിങ്ങളുടെ കൈവിട്ട് പോകുന്നത് നിങ്ങൾ പലപ്പോഴും കിഫ്ബി ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് ബോർഡ് ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായും ആ കടമെടുപ്പ് കൂടി നമ്മുടെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വരും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്. ആ മുന്നറിയിപ്പ് നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ നോക്കൂ, അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം, KM മാണിയുടെ ധനകാര്യം, അതെന്തുമാത്രം നിങ്ങൾ ഈ പറയുന്ന പോയിന്റുകൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണ്ടേ? അന്ന് ഏതാണ്ട് 45,428 കോടിയാണ് നികുതി പിരിവ് ലക്ഷ്യം. അതിന്റെ പരിസരത്തെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾക്ക്. അന്ന് KM മാണി സാർ എപ്പോഴും പറയുമായിരുന്നു, എന്താണ് ഇത് സാമ്പത്തിക പ്രതിസന്ധി എന്നല്ല, ഒരു ഞെരുക്കം മാത്രമേ ഉള്ളൂ എന്ന് എപ്പോഴും പറയും. ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ അവസാനം ഇറങ്ങിപ്പോകുമ്പോൾ ഖജനാവിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് നിങ്ങൾ നികുതി പിരിവ് എന്തുമാത്രം കൊണ്ടുപോയി എന്നുള്ളത് വേണേൽ പരിശോധിച്ച് നോക്കിയോ. നിങ്ങൾക്ക് എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങളിപ്പോൾ ഈ സർക്കാരിനെ ഇതെല്ലാം ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടു ഒഴിയുമ്പോൾ 1,600 കോടി രൂപ ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. 1,600 കോടി രൂപ ഖജനാവിൽ ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ UDFന്റെ കാലത്ത് ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാതെ മാനേജ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് ഞങ്ങളുടെ നികുതി പിരിവ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ അത് നേടിയെടുത്തിട്ടുള്ളത്. ഞങ്ങൾ എവിടെയെങ്കിലും ഒരു സെക്കൻഡ്, ഞാനൊന്ന് വരാം. KK ശൈലജ MLA ടെലിഫോൺ ലൈനുണ്ട്. KK ശൈലജ, ഇന്നത്തെ നിയമസഭാ നടപടികളിൽ പ്രധാന കുറ്റം, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പ്രധാന കുറ്റം കേന്ദ്ര സർക്കാരിൻ്റെതല്ല. കേന്ദ്ര സർക്കാരിന്റെ സമീപനവും പ്രശ്നമാണ്. പക്ഷെ മേജർ പ്രശ്നം കിടക്കുന്നത് നിങ്ങളുടെ ഭരണവീഴ്ചയിലാണ്, നിങ്ങളുടെ സമീപന പ്രശ്നങ്ങളിലാണ് എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞു. അത് കേരളത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് കോൺഗ്രസ് പ്രതിപക്ഷം പ്രകടിപ്പിക്കുന്ന ഒരാത്മവിശ്വാസം. തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണത്. യഥാർത്ഥത്തിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ട് കേരള ഗവൺമെന്റ് എന്തോ കുറ്റകൃത്യം ചെയ്തു എന്ന് സ്ഥാപിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വസ്തുതാപരമായി ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, അത് നേരത്തെ നവകേരള സദസ്സിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സഭയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ജനങ്ങളുടെ മുമ്പാകെ പറയാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അല്ലായിരുന്നെങ്കിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച് അവരുടെ ഒരു വലിയ ബഹളവും വാക്കൗട്ടും ഒക്കെ ആയിട്ട് പോവുമായിരുന്നല്ലോ. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. ഞങ്ങൾ യഥാർത്ഥ വസ്തുത ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. വളരെ നന്നായിട്ട് വസ്തുതാപരമായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അവരുന്നയിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി പറഞ്ഞു. സഭാതലത്തിൽ ഒരു മേൽക്കൈയും UDFന് പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് നന്നായിട്ട് സഭാ നടപടികൾ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടെന്നാൽ
ഞങ്ങൾ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല. വലിയ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചത്. പക്ഷേ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഈ ഫെഡറൽ ഭരണ വ്യവസ്ഥയ്ക്ക് കീഴിൽ നിൽക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, കേന്ദ്ര ഗവൺമെന്റ് അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ എന്താണ് ഉണ്ടാകുന്നത് എന്ന പൂർണ്ണമായ ചിത്രം വരച്ചു കാണിക്കാൻ ഞങ്ങൾക്ക് അസംബ്ലിയിൽ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് മാം ഒരു കാര്യമുള്ളത്, കേരളത്തിന്റെ ധനപ്രതിസന്ധിക്കുള്ള പരിഹാരം എന്താണെന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്നാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സമീപന പ്രശ്നം പറയാം, 15ാം ധനകാര്യ കമ്മീഷൻ എടുത്തിട്ടുള്ള പോളിസി മാറ്റർ പറയാം. അതിൽ തന്നെ റോജി എം ജോൺ പറയുന്നത് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലം കഴിഞ്ഞു, 16 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പോഴാണ് നിങ്ങൾ 15ാം ധനകാര്യ കമ്മീഷൻ നമ്മളോട് അനീതി ചെയ്തു എന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ പോകുന്നതെന്ന് പ്രശ്നം ചൂണ്ടിക്കാണിച്ചു. രണ്ടാമത്തേത് 16ാം ധനകാര്യ കമ്മീഷന്റെ ക്രൈറ്റീരിയ നമുക്ക് ഇതിനേക്കാൾ മോശമായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് വെച്ചാൽ ഇതൊരു സീരിയസ് പ്രശ്നമായി അവിടെ തുടരും. നമ്മളപ്പോൾ എന്ത് ചെയ്യും എന്നതിനൊരു മറുപടി വേണ്ട. അതായത് കേരള ഗവൺമെന്റിന്റെ മുന്നിൽ എന്താണ് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴി? നമ്മുടെ വരുമാനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ നിശ്ചയിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷക്കാലം, 10-60 വർഷക്കാലത്തിലേറെ കോൺഗ്രസ് ഭരിച്ചല്ലോ, ആ സമയത്തും നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായ പണം തന്നിരുന്നില്ല. ചോദിക്കുന്നത് ഔദാര്യമല്ല, നമ്മുടെ ഫെഡറൽ രീതി അനുസരിച്ച് നമ്മുടെ നികുതി പണം കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. സംസ്ഥാനങ്ങൾക്ക് എല്ലാ നികുതിയും ഇവിടെ പിരിച്ച് ഇവിടെ ചെലവഴിക്കാനുള്ള അധികാരമില്ല, നമുക്ക് മാത്രമല്ല ഒരു സംസ്ഥാനത്തിനും. അവർ പദ്ധതി വിഹിതമായും അതുപോലുള്ള മറ്റ് ഗ്രാന്റുകൾ ഒക്കെ ആയിട്ട് അനുവദിക്കുന്ന പണം കൊണ്ടാണ് സംസ്ഥാനങ്ങൾ ഭരിക്കേണ്ടത്. ഞങ്ങൾ 14ാം ധനകാര്യ കമ്മീഷന്റെ കാര്യം എന്താ പറഞ്ഞത്? മറ്റ് ധനകാര്യ കമ്മീഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി അനുകൂലമായൊരു സമീപനം സംസ്ഥാനങ്ങളോട് 14ാം ധനകാര്യ കമ്മീഷൻ സ്വീകരിച്ചിരുന്നു. അത് 42% സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം കൊടുക്കണമെന്നാണ്. ധാർമ്മികമായി പറഞ്ഞാൽ 60% മുകളിൽ 70%-അടുത്ത് സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു തരണം. കാരണം രാജ്യരക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെയായി കേന്ദ്രത്തിന് ഭരിക്കാൻ ആവശ്യമായ തുക എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു 30% വിഹിതം കിട്ടിയാൽ തന്നെ ഭംഗിയായിട്ട് പോകും. എന്നാൽ സംസ്ഥാനങ്ങളാണ് ക്ഷേമ പ്രവർത്തനങ്ങളുടെ 70%-നകത്ത് കൈകാര്യം ചെയ്യുന്നത് ഭരണത്തിന്റെ. അപ്പോ അത്രയും പണം സംസ്ഥാനത്തിന് തിരിച്ചു തരണം. അത് ഔദാര്യമല്ല, നമ്മുടെ നികുതി കാശിൽ നിന്നും നാം ചോദിക്കുന്ന ജനാധിപത്യ ഫെഡറലിസത്തിന്റെ ഭാഗമായിട്ടുള്ള അർഹതയാണ്. അത് തരുന്നില്ല, പോകട്ടെ. 50% തരണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളും പറയുന്നു, തരുന്നില്ല. അപ്പോഴാണ് 14ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള 42% തുക നമുക്ക് തരണം എന്നുള്ള നിർദ്ദേശം പോലും മാറ്റി എഴുതിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായത്. നമുക്ക് കിട്ടുന്നത് 30-33% ഇടയിൽ തുകയാണ്. ഞാനതിന്റെ എല്ലാ കണക്കുകളും വിശദീകരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്നത്. എന്നാൽ കേന്ദ്രം തരുന്ന വിഹിതം മാത്രമല്ല, നമുക്കിവിടെ തനതായിട്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമുക്ക് ഇവിടെ നിന്ന് പിരിച്ചെടുക്കാവുന്ന ചില നികുതി വിഭാഗങ്ങളുണ്ട്. അത് പിരിച്ചെടുത്തുകൊണ്ടും മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും നമ്മുടെ തനതായിട്ടുള്ള വരുമാനം പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതിനൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട് സംസ്ഥാനങ്ങൾക്ക്. എങ്കിലും കേരളം അതിന് ശ്രമിച്ചു. ഇതുവരെ ഇല്ലാത്ത വിധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് നികുതി വിഹിതം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതിന്റെ കണക്കിന്ന് ധനമന്ത്രി പറഞ്ഞു, ഇന്ന് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അങ്ങനെ വർദ്ധിപ്പിച്ചാൽ നമുക്ക് സുഗമമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട് ഇതേവരെ തന്ന വിഹിതമെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് തരാൻ തയ്യാറായാൽ, അത് വീണ്ടും വെട്ടിക്കുറക്കുമ്പോൾ നമ്മൾ വർദ്ധിപ്പിച്ചതിന്റെ ഗുണഫലം പോലും ഇല്ലാതായി പോകുന്നു. അപ്പോൾ തരുന്നതോ പരിമിതിയിൽ, ആ തരുന്നതും കൂടി വെട്ടിക്കുറക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം തികച്ചും കോൺസ്റ്റിറ്റ്യൂഷന്റെ എതിരാണ്, ഇന്ത്യയുടെ ഭരണഘടനാ വിരുദ്ധമാണത്. അതുകൊണ്ട് അത് കണക്ക് പറഞ്ഞ് ചോദിച്ച് നമ്മൾ വർദ്ധിപ്പിച്ച വിഹിതം കൂടി ചേർത്തുകൊണ്ട് സുഗമമായിട്ട് ഭരിക്കാൻ. സുഗമമായി ഭരിക്കുക എന്ന് വെച്ചാൽ എന്താ? ബീഹാർ ഉത്തർപ്രദേശും പോലെയല്ല കേരളം ചിന്തിക്കുന്നത്. എല്ലാ പൗരന്മാർക്കും വീട്, എല്ലാ പൗരന്മാരുടെ കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യപ്രദമായ സ്കൂളുകൾ, എല്ലാവർക്കും ചികിത്സിക്കാനുള്ള സൗകര്യപ്രദമായ ആശുപത്രികൾ. ഇതാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. ഉത്തർപ്രദേശിലുണ്ടോ? വലിയ കൂറ്റൻ കെട്ടിടങ്ങളും കൂറ്റൻ വ്യവസായികളും ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ സർക്കാരിന് അങ്ങനെ വികസന സ്വപ്നങ്ങളുണ്ട്, നയസമീപനമുണ്ട്, ആക്റ്റീവ് പരിപാടികളുണ്ട്, ഒക്കെയാണ്. പക്ഷെ MLA, ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാരും ധനകാര്യ കമ്മീഷനും എടുക്കുന്ന നിലപാടുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ അഭിമാന സ്തംഭങ്ങളിലൊന്നായ വെൽഫെയർ സ്കീമുകളെ അത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ക്ഷേമ പെൻഷൻ പ്രോപ്പറായി കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ കേന്ദ്രം ഞെരുക്കുന്നതാണ് കാരണം നിങ്ങൾ പറയാണ്. അപ്പോൾ ധനകാര്യ കമ്മീഷൻ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഗ്രാജുവലി എടുത്ത് നോക്കിയാൽ നമ്മുടെ വിഹിതം കുറഞ്ഞേ വരികയാണ്. 95-ലെ വിഹിതമല്ല ഇപ്പോൾ കിട്ടുന്നത്. അടുത്ത 16ാം കമ്മീഷൻ്റെ ക്രൈറ്റീരിയ പരിശോധിച്ചാൽ നമുക്ക് ഇനിയും കുറയാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് വേറെ ബദൽ പ്ലാൻ വേണം.
അപ്പൊ നമ്മൾ അടുത്ത തവണ ഇതാ വീണ്ടും കുറച്ചിരിക്കുന്നു ധനകാര്യ വിഹിതം, നിവൃത്തിയില്ല എന്ന് പറയാനാണോ അതോ നമ്മൾ ആർജിക്കാൻ പോകുന്ന പുതുവഴി ഏതാണ്? അതെ, അതായത് ഏത് പുതുവഴിയും നമ്മള് കഠിനാധ്വാനത്തിലൂടെ മാത്രമല്ല കൃത്യമായിട്ടുള്ള വിതരണത്തിലൂടെ പക്ഷപാതരഹിതമായിട്ട് സാധാരണക്കാരന് ഗുണം ചെയ്യുന്ന ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. അത് കേരളത്തിൽ ആര് ഭരിച്ചാലും അങ്ങനെ ഒരു തീരുമാനം എടുത്താലേ പിടിച്ചു നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. സ്വാതന്ത്ര്യം കഴിഞ്ഞ് ഇന്നോളം ഉത്തർപ്രദേശിന് കൊടുക്കുന്നതിന് തത്തുല്യമായിട്ടുള്ള തുകയല്ല ഞാൻ പറയുന്നത്, ശതമാനക്കണക്കിന് പറഞ്ഞാൽ കേരളത്തിന് കോൺഗ്രസ് ഭരിക്കുമ്പോഴും തന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി കേരളം ഭരിച്ചാൽ ഗംഭീരാവും എന്നൊക്കെ ചിലർ പറയാറുണ്ടായിരുന്നു അന്ന്. പക്ഷെ കേരളത്തിന് പലപ്പോഴും ചിറ്റമ്മ നയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്നിട്ടും കിട്ടുന്ന തുക ഫലപ്രദമായി വിനിയോഗിച്ചും ഇവിടെ നിന്നുള്ള റിസോഴ്സ് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയുമാണ് നമ്മൾ ഇതുവരെ എത്തിയത്. നമ്മൾ എത്ര അധ്വാനിച്ചാലും കേന്ദ്രത്തിലേക്ക് നമ്മൾ കൊടുത്ത പണത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് തിരിച്ചു കിട്ടിയില്ല എങ്കിൽ നല്ല പ്രയാസം അനുഭവിക്കും. അതിന്റെ അർത്ഥം ഇവിടെയെല്ലാം നമ്മൾ പൂട്ടിക്കെട്ടി പോകാറായി എന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന തനതായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം നിലനിൽക്കാൻ കഴിയില്ല. അത് നമ്മുടെ ശ്രമമാണ്. അതിന്റെ അർത്ഥം നമുക്ക് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രത്തിൽ നിന്ന് തന്നില്ലെങ്കിലും സംസ്ഥാനം ഭരിച്ചു. അതെങ്ങനെയാണ്? ഇത് സംസ്ഥാനങ്ങളുടെ യൂണിയൻ അല്ലേ കേന്ദ്രം. കേന്ദ്രം തരേണ്ടത് കൃത്യമായിട്ട് കിട്ടണ്ടേ, എന്നാലല്ലേ നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പൊ എന്താ ഒരു കാര്യം ഒന്നാമത്തെ ധനകാര്യ കമ്മീഷനാണ്. ധനകാര്യ കമ്മീഷന്റെ കാര്യം മാറ്റി നിർത്താം. കേന്ദ്രത്തിന്റെ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്താണ് എന്ന ചോദ്യത്തിന് 57,000 കോടി എന്ന ഒരു വായുവിലെഴുതിയ കണക്കല്ലാതെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അതിനെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ മറുപടി പറയാനും കഴിയുന്നില്ല എന്ന് BJPക്ക് വിമർശനമുണ്ട്. നിങ്ങളൊന്നും നികുതിയിരിക്കുന്നില്ല. രണ്ടാമത്തത് കേന്ദ്രത്തിലെ നിങ്ങൾ എന്തോ ഒരു കണക്ക് പറയുകയാണെന്നാണ്. അതെന്തൊരു വാദഗതിയാണ്. വളരെ കൃത്യമായിട്ടുള്ള കണക്ക്. ഈ 57,000, 40,000, 20,000 ഒക്കെ എങ്ങനെയാ വരുന്നത്? ഓരോ കാറ്റഗറിയിൽപ്പെട്ട കാര്യങ്ങൾ വ്യത്യസ്തമായി പറയുമ്പോൾ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പറയും. ഇപ്പം കടമെടുപ്പിന്റെ പരിധി വെട്ടിക്കുറച്ചപ്പോ നമുക്ക് എത്രയാണ് കുറച്ചത്? 33,000 കോടി കടമെടുക്കാൻ സാധ്യത ഉണ്ടായിട്ടും 14,000 കോടി മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഇനത്തിൽ ബാക്കി വരുന്നത് കേന്ദ്രം തടസ്സപ്പെടുത്തിയ ഒരു ഇനമാണ്. അല്ല, അതിനകത്ത് ഒരു കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ശ്രീമതി KK ശൈലജ, പ്രതിപക്ഷം ഇന്നും ഇപ്പോഴും പറയുന്നത് അത് നമ്മുടെ ഒരു ദുർവാശിയാണ്. കാരണം നമ്മൾ എങ്ങനെ കടമെടുത്താലും നമ്മുടെ പൊതുപരിധിയിൽ അത് വരും. ഞങ്ങളത് പണ്ടേ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെന്നിട്ട് നിയമപരമായും സാങ്കേതികമായും യുക്തിസഹമായും നിലനിൽക്കാത്ത ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കി പൈസ കടമെടുത്തു. എന്നിട്ടിപ്പോൾ അത് പിടിക്കപ്പെട്ടപ്പോ വെറുതെ ഒരു വൈകാരിക വാശി പിടിക്കുകയാണ് എന്ന് പറയുന്നു അവർ. പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ കാര്യങ്ങൾ പഠിക്കണം. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് കടത്തിന്റെ പരിധിയിൽ പെടുത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറയാം. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ജൽജീവൻ മിഷന്റെ വിഹിതം എന്ന് പറഞ്ഞ് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് തരുന്ന പണം അത് കേന്ദ്രത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നോ കേന്ദ്രത്തിന്റെ ട്രഷറിയിൽ നിന്നോ എടുത്തല്ല തരുന്നത്. അവർ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്. ആ എടുത്ത കടം കേന്ദ്രത്തിന്റെ പൊതുകടത്തിന്റെ കൂട്ടത്തിൽപ്പെടുത്തി കേന്ദ്രത്തിന്റെ കട എടുക്കാനുള്ള പരിധി കുറക്കുന്നില്ല. അത് അങ്ങനെയാണ്. അതാരാ പറഞ്ഞത്? എല്ലാ കടവും കടത്തിന്റെ അത് സാമാന്യ ബുദ്ധിക്ക് പറയുമ്പോൾ പറയാം. എങ്ങനെയായാലും കടമല്ലേ? അങ്ങനെയാണോ? അതാണോ ലോജിക്ക്? ആ ലോജിക്കാണോ ഭരണത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്? ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ കടത്തിന്റെ പരിധിയിൽ പെടുത്തുന്നില്ല എങ്കിൽ കേരളം മാത്രമല്ല സംസ്ഥാനങ്ങളുടെ ആ കട എങ്ങനെയാണ് കടത്തിന്റെ പരിധി? അതെങ്ങനെയാണ്? ഒരു പ്രത്യേക ഏജൻസിയിൽ നിന്ന് ദീർഘകാല വായ്പ എടുത്ത് അത് തിരിച്ചടക്കാനുള്ള മാർഗങ്ങൾ കൂടി കണ്ട് നിശ്ചയിച്ചതിന് ശേഷം എടുക്കുന്ന കടമാണ്. അത് സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് കാശ് പോകുന്നതിനനുസരിച്ച് വരുന്ന അതിലേക്ക് ചേർക്കുന്ന കട അല്ല. ഇതിന് ശമ്പളം കൊടുക്കാനൊന്നും അല്ല, മൂലധന ചെലവിന് വേണ്ടിയിട്ടാണ് ആ കട എടുക്കുന്നത്. അതുപോലെയല്ലേ കേന്ദ്ര ഗവൺമെന്റ് ജൽജീവൻ മിഷനും മറ്റു ചില കേന്ദ്ര പദ്ധതികൾക്കും എടുത്തത്. ആ കടം ഓഫ് ബഡ്ജറ്റ് കടം അത് കേന്ദ്രത്തിന്റെ കടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തില്ല. കേന്ദ്രത്തിന് കട എടുക്കാനുള്ള പരിധി ഉയർന്നു നിൽക്കുന്നു. അതെങ്ങനെയാ പിന്നെ സംസ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമാവുക? ഈ പറയുന്ന വലിയ സാമ്പത്തിക വിദഗ്ധർ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഇപ്പൊ പറയുന്നുണ്ടല്ലോ. ഞാനൊരു സാമ്പത്തിക വിദഗ്ധയൊന്നുമല്ല, പക്ഷേ ഏത് പൗരനും മനസ്സിലാക്കാവുന്ന പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമല്ലേ അതൊക്കെ. സാമ്പത്തിക വിദഗ്ധർ എന്ന് പറഞ്ഞ് തർക്കിക്കാൻ വരുന്നവര് ഇടതുപക്ഷത്തിനെതിരായിട്ട് എന്ത് ചാട്ടുളി കിട്ടുന്നു നോക്കുകയാണ്. അതല്ല വേണ്ടത്. ഈ സംസ്ഥാനത്ത് നാം വർഷങ്ങളായി തുടരുന്ന സാമൂഹ്യക്ഷേമ നടപടികളും നമ്മൾ എടുത്തിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും കണ്ടുകൊണ്ടുള്ള വികസനം. ഇപ്പൊ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പറയുന്നുണ്ട് 5ാമത്തെ വലിയ രാജ്യമാക്കി മാറ്റും ഇന്ത്യയെന്ന്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുക പാവപ്പെട്ടവര്. ആ സമയത്ത് ഏറ്റവും ഉന്നതമായിട്ടുള്ള കോർപ്പറേറ്റുകൾ അവരുടെ വരുമാനം മെച്ചപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കുന്ന വളർച്ച അത് മാത്രമായിട്ട് അങ്ങനെ കേരളത്തിന് കാണാൻ പറ്റില്ല. കേരളത്തിൽ സകല മനുഷ്യരെയും കണ്ടുകൊണ്ടുള്ള വളരെ വികേന്ദ്രീകൃതമായിട്ടുള്ള ആസൂത്രണവും വികസനവും നടന്നത്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരും.
അതുകൊണ്ടാണ് ഞങ്ങൾ തയ്യാറാണ് ഏത് സാഹസവും നേരിട്ടുകൊണ്ട് ഇതെല്ലാം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കാൻ. പക്ഷെ അതിന്റെ കൂടെ നമ്മുടെ അർഹതപ്പെട്ട പണം കിട്ടണം എന്ന് പറയേണ്ടത് LDF ഗവൺമെന്റിൽ അംഗമായിട്ടുള്ള ആളുകൾ മാത്രമല്ല, പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമില്ലേ ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം നിലനിർത്താൻ, നാം നേടിയെടുത്തത് നിലനിർത്താൻ, പെൻഷൻ മുടങ്ങിപ്പോകാതിരിക്കാൻ. അവരെ ഇതിന്റെ ഇടയിലും പിന്നെ ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിൽ എന്ന് പറഞ്ഞതുപോലെ നയാണോ സ്വീകരിക്കേണ്ടത്? അവരെന്തുകൊണ്ടാണ് ഡൽഹിയിൽ നമ്മുടെ കൂടെ വരാത്തത്? കേന്ദ്രം തരാനുള്ളത് തരണമെങ്കിലേ ഞങ്ങൾക്ക് ഈ നേടിയ നേട്ടങ്ങൾ സസ്റ്റൈനബിൾ ആയി നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് പറയാൻ. ഒറ്റ കാര്യം കൂടി, ഞാനൊന്ന് BJP പ്രതിനിധിയിലേക്ക് പോകാൻ ഞാൻ വല്ലാത്ത സമയം വൈകുന്നു. അല്ല, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ മാം. ഇവിടെ ഒരു കാര്യമുള്ളത്, നിങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ടുതല്ലെന്ന് സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ ഉദ്ദേശമുള്ള സമരത്തിൽ തലവയ്ക്കാൻ ഞങ്ങളില്ല എന്നാണ്. അത് മാത്രമല്ല 15ാം ധനകാര്യ കമ്മീഷന്റെ കാലം കഴിഞ്ഞില്ലേ, അപ്പോഴാണോ സമരം ചെയ്യുന്ന ചോദ്യം? അതെന്തൊരു ചോദ്യമാണ്? 16ാം ധനകാര്യ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ. അതിന്റെ എന്തെങ്കിലും വർക്ക് തുടങ്ങി? ഇപ്പം നമ്മുടെ നടപ്പിലുള്ളത് ഏതാ? 15ാം ധനകാര്യ കമ്മീഷനല്ലേ? അത് ഇതുവരെ അവർ തരാത്തപ്പോ അതിന്റെ കാലാവധി കഴിയുമ്പോഴല്ലേ സ്വാഭാവികമായിട്ടും ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ കേന്ദ്ര സമീപനത്തിന്റെ ഭാഗമായിട്ട് നിന്നു പോയിട്ടില്ല, മറിച്ച് എന്നാൽ അവകാശത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രതിപക്ഷത്തിന്റെ പിന്തുണ അതിന് കിട്ടുന്നില്ല, രാഷ്ട്രീയമായും ധാർമ്മികമായും എന്ന പ്രശ്നം കൂടി ഉന്നയിക്കുകയാണ്. താങ്ക് യു ശ്രീമതി ശൈലജ. ശ്രീ കൃഷ്ണദാസ്, ഞാൻ നന്നായി വൈകിപ്പോയി താങ്കളിലേക്ക് വരാൻ, സോറി, ഇങ്ങനെ ആയി പോയതുകൊണ്ടാണ്. എൻ്റെ ചോദ്യം ശ്രീ കൃഷ്ണദാസ്, ഈ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനാ സമീപനം കൊണ്ടാണ് കേരളത്തിന് ശ്വാസം മുട്ടുന്നതെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ സംസ്ഥാനത്തിൻ്റെ നിയമസഭ അത് ചർച്ച ചെയ്തു. സംസ്ഥാന സർക്കാർ ഒരു സമരത്തിന് തയ്യാറായി പോവുകയാണ്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇപ്പം എന്താണോ നടക്കുന്നത് അതേ നടക്കൂ എന്നാണോ BJP പറയുന്നത്? അപ്പോൾ ഈ കഴിഞ്ഞ അരമണിക്കൂർ വളരെ വിശദമായിട്ട് തന്നെ ഇരു ഭാഗങ്ങളും അവരവരുടെ വാദങ്ങൾ ഉന്നയിച്ചു. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ നോക്കൂ, ഈ സർക്കാരിൻ്റെ ചില നിലപാടുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് ഇവിടെ സത്യത്തിൽ പ്രതിസന്ധി ഉണ്ടോ എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു തൊഴുത്ത് പണിയുന്നു, അതിന് 43 ലക്ഷം രൂപ ചെലവഴിക്കുന്നു. ഇന്ന് പുറത്തു വന്നിട്ടുള്ളൊരു വാർത്ത, ക്ലിഫ് ഹൗസിൽ കർട്ടൻ മാറ്റാനായിട്ട് 7 ലക്ഷം രൂപ ചെലവഴിക്കുന്നു. കർട്ടൻ മാറ്റാനായിട്ട്, ഒരു വീട്ടിൽ ഒരു കർട്ടൻ മാറ്റാനായിട്ട്. അതായത് സത്യത്തിൽ ആ പൈസ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഒരു വീടും ഒരു മിച്ചം, ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ മിച്ചം ഉണ്ടാവും. 7 ലക്ഷം രൂപയ്ക്ക് കർട്ടൻ മാറ്റുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാരിന് തന്നെ എത്ര പൈസ ചെലവഴിച്ചു എന്ന് അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം ഒരാൾ തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറോട് ചോദിച്ച സമയത്ത് ഇന്നേ വരെ മറുപടി കിട്ടിയിട്ടില്ല. ആ ബസ്സിന് മാത്രം 1 കോടി രൂപ. ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നു, 80 ലക്ഷം രൂപ വാടക. ഇനി ഇതെല്ലാം പോട്ടെ, വിദേശ ടൂറ്, അതെല്ലാം ധാരാളം സംഗതികളുണ്ട്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസം 6.5 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു വർഷം 72 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്, ട്വിറ്റർ അക്കൗണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എന്നിവ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ചെയ്യാനായിട്ട് ഒരു മാസം 6.5 ലക്ഷം രൂപ എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനെ മോദിയെ പോലെ തുടങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. എന്താണ്? കേന്ദ്ര സർക്കാരിനെ മോദിയെയും പോലെ തുടങ്ങിയിരിക്കുകയാണ്. മോദിയുടെ പടം വെച്ചിട്ടുള്ള സെൽഫി പോയിന്റ് സ്ഥാപിക്കാൻ സ്ഥിരം സെൽഫി പോയിന്റ് ഏതാണ്ട് 5-6 ലക്ഷം രൂപ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. താൽക്കാലിക സെൽഫി പോയിന്റ് 1.5 ലക്ഷം രൂപ റെയിൽവേ സ്റ്റേഷനിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പിണറായി വിജയനെ പോലെ മോഡി ആരോടും കരയുന്നില്ല. അദ്ദേഹം അവിടെ നല്ല രീതിയിൽ അവിടെ ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. കേരളത്തിന് മാത്രം കൊടുത്തിട്ടുള്ള സംഖ്യ പൈസകൾ ഞാനിപ്പോ സൂചിപ്പിക്കാം. ഇതൊന്നും ഈ പോയിന്റ് ഞാൻ ചോദിക്കുന്നത് KV തോമസ് എന്ന് പറഞ്ഞ മോദി കരയുന്നുണ്ടോ എന്നുള്ളതല്ല. നമ്മളിപ്പോ നോക്കൂ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടല്ലോ, ഗവർണർ രാജ്ഭവൻ, ആ രാജ്ഭവൻ നടത്താൻ 4 ദിവസം കൊണ്ട് കൊടുത്തത് 1 കോടി സംതിങ് രൂപയാണ്. ഈ പ്രതിസന്ധിക്കിടയിൽ കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ചെലവാക്കുന്നതൊക്കെ സർക്കാരിന്റെ കാലിത്തൊഴുത്ത് പണിയാനോ അല്ലെങ്കിൽ ചാണകക്കുഴി ഉണ്ടാക്കാനൊക്കെ പൈസ മുടക്കുന്നതൊക്കെ അപരാധമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അഭ്യർത്ഥന. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നിൽ വന്നത്. ഒരു 2 മിനിറ്റ് ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾ പറയും. എനിക്ക് നിങ്ങൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വരുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇടപെട്ടാലോ? ഒരു 5 മിനിറ്റ് ക്ഷമയോട് കേൾക്കൂ. KV തോമസിനെ ഒരു മാസം ഡൽഹിയിലെ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ്, എന്തായിരുന്നു അതിന്റെ ആവശ്യം?
KV തോമസിന് ഈ പറയുന്ന റിട്ടയർമെന്റ് കഴിഞ്ഞ് അദ്ദേഹത്തിന് പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ കൂടാതെ അദ്ദേഹത്തിനെ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവായി ഡൽഹിയിലിരുത്തി ഒരു മാസം 4 സ്റ്റാഫ്, കാറ്, ഓഫീസ്, ചുരുങ്ങിയതൊരു 5 ലക്ഷം രൂപ ഓരോ മാസവും ചെലവഴിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാ? അപ്പൊ ഇവിടെ ശൈലജ ടീച്ചർ ഒരു വശത്ത് ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം പറയുന്ന സമയത്ത് സർക്കാരിന്റെ ദൂർത്ത് കാണാതെ പോകരുത്. ഞാൻ ഒരു കണക്ക് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് സർക്കാരിന് പാളുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 2020-21 ഓഡിറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. KSRTCയുടെ നഷ്ടം 1976 കോടി രൂപ, KSEBിയുടെ നഷ്ടം 1822 കോടി രൂപ. ബിവറേജസ് കോർപ്പറേഷൻ മദ്യം, അതായത് മാനുഫാക്ചറിങ് കോസ്റ്റിന്റെ 10 ഇരട്ടിയിലാണ് വിൽക്കുന്നത്. ആ ബിവറേജസ് കോർപ്പറേഷൻ 2020-21 1608 കോടി രൂപ. അങ്ങനെ മൊത്തം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 2020-21 ഓഡിറ്റ് കണക്കുകളെ ഞാൻ ഉദ്ധരിക്കുന്നത് 6569 കോടി രൂപ. നിങ്ങൾ എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സഹായിക്കുന്നില്ല. ഒരു 2 മാസം മുമ്പ് ഇവിടെ ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻജി തിരുവനന്തപുരത്ത് വന്നു, വെല്ലുവിളിച്ചല്ലോ. എവിടെയാണ് പൈസ കമ്മിയാക്കിയിരിക്കുന്നത് നിങ്ങൾ പറയൂ. കേന്ദ്രം ഫണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് കളവാണ്. 1 രൂപ പോലും പിടിച്ചു വെച്ചിട്ടില്ല. വളരെ കൃഷ്ണദാസ്, ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ. സംസ്ഥാന സർക്കാരിന്റെ ഈ പൊതുമേഖലയിൽ ഊന്നിയ നയസമീപനം അടക്കം ഈ സംസ്ഥാനത്തിന്റെ ദാരിദ്ര്യത്തിന് പ്രശ്നമാണ് എന്നുകൂടി പറയാണോ താങ്കൾ? സംശയമില്ല. അതായത് ധാരാളം വെള്ളാനകളുണ്ട് ഈ സംസ്ഥാനത്ത്. അതായത് ധൂർത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ധൂർത്താണ്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാവട്ടെ, സർക്കാരിന്റെ സ്ഥാപനങ്ങളാവട്ടെ, നമ്മൾ സാധാരണഗതിയിൽ തുലയ്ക്കണം, അല്ലാതെ അതും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ബുദ്ധിമുട്ടുന്നതാണ്. അല്ലല്ലല്ല. അതായത് ഇപ്പൊ നോക്കിക്കോളൂ, ഇപ്പോ പാസ്പോർട്ടുകളുടെ ഒരു സേവനം കേന്ദ്ര സർക്കാർ ഒരു മോഡൽ കൊണ്ടുവന്നുണ്ട്. PPP മോഡലില് പാസ്പോർട്ട് സർവീസുകൾ മുഴുവൻ ഇപ്പൊ നടത്തുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ സേവനം നമുക്ക് ലഭിക്കുകയും ആ സേവനം ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലേക്ക് പോകാൻ പറ്റുന്ന മേഖലകളിലേക്ക് പോകണം. ഞാൻ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. അതായത് നമുക്ക് ഏറ്റവും ദൈവം കനിഞ്ഞു തന്നിട്ടുള്ള ഒരു പ്രദേശം കേരളം, ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ ഡാമിൽ വെള്ളം ശേഖരിച്ച് അത് വാട്ടർ അതോറിറ്റി പൈപ്പിലൂടെ കൊണ്ടുപോയി ജനങ്ങൾക്ക് വിതരണം ചെയ്ത് പൈസയാക്കുന്നു. അതായത് സൗജന്യമായിട്ട് കിട്ടുന്ന വെള്ളം പൈപ്പിലൂടെ കൊണ്ടുപോയി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു. ഇതെങ്ങനെ നഷ്ടമാകുക? താങ്കളൊന്ന് പറഞ്ഞു തരൂ. വാട്ടർ അതോറിറ്റി സൗജന്യമായിട്ട് വെള്ളം കിട്ടുന്നു. അവര് ചെയ്യുന്നത് ആകെ എന്താ? വിതരണം ചെയ്യുന്നു. ആ വിതരണം ചെയ്യുന്നതിന് ഒരു ചെലവിന് ഈ ജനങ്ങളുടെ നിന്നും കമ്പനികളുടെ നിന്നും എല്ലാവരുടെ കയ്യിൽ നിന്നും അവർ പണം വാങ്ങിക്കുന്നു. എന്നിട്ടും ആ വാട്ടർ അതോറിറ്റി നഷ്ടത്തിലാണ്. അപ്പോ ഇവിടെ വളരെ ഇതൊരു ഫിസിക്കൽ ഈ പറയുന്ന മിസ്മാനേജ്മെന്റ് ആണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് യാതൊരു സംശയവും വേണ്ട. നമുക്ക് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അവർ പറഞ്ഞെന്താ? ഞങ്ങൾ ഇതാ കോടതിയിൽ പോകാൻ പോവുകയാണ്, ഞങ്ങൾ ഇതാ കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു. കേന്ദ്രത്തിനെതിരെ കേസ് കൊടുത്ത കേസ് എന്തായി? എന്തെങ്കിലും കോടതി പറഞ്ഞോ? കോടതിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സത്യം പുറത്തു വരുമല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് കേസ് കൊടുക്കും എന്ന് പറഞ്ഞതല്ലാതെ ഈ ധനകാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ പ്രതിസന്ധി സംബന്ധിച്ച ഒരു കേസും സർക്കാർ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഈ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് എൻ്റെ വളരെ പരിമിതമായ ഒരു അറിവ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ നികുതി പിരിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു സർക്കാർ. റവന്യൂ വകുപ്പിൽ അലസതയാണ്. അവർക്ക് ഈ പണം പിരിക്കണമെന്ന് ഒരു ആഗ്രഹവും അവർക്ക് കാണുന്നില്ല. ഇനി ഇപ്പൊ പുതിയ പല ഈ പെട്രോളിനും ഡീസലിനും സെസ് വാങ്ങിക്കാൻ തുടങ്ങിയല്ലോ. ഏതാണ്ട് 1000 കോടി രൂപ ഈ കഴിഞ്ഞ വർഷം പിരിച്ചില്ലേ? ദാരിദ്ര്യം തീരുമോ ദാരിദ്ര്യം? എന്നിട്ട് ഈ കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടും ദാരിദ്ര്യം തീരില്ല. എന്റെ റവന്യൂ വകുപ്പ് ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? ഭൂമി തരം മാറ്റം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ അത്തരത്തിൽ ജനങ്ങളുടെ ഇന്ന് ഈടാക്കുന്നു. നെൽവയൽ പറമ്പാക്കി കൊടുക്കും വേണമെങ്കിൽ റവന്യൂ വകുപ്പ്. എത്രയാ? ഏതാണ്ട് 1000-1500 കോടി രൂപ ഈ വർഷം കിട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ പണമെല്ലാം എവിടെ പോകുന്നത്? അപ്പൊ കാർഷിക മേഖലയും ഉൽപാദന മേഖലയും കേരളത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു.
വരുമാനത്തിന്റെ സിംഹഭാഗവും പോകുന്നത് ശമ്പളത്തിനും പെൻഷനുമാണ്. പിന്നെ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തിക ധൂർത്ത് കിട്ടിയവിടെ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ നവകേരള സദസ്സ് കോടിക്കണക്കിന് രൂപയുടെ പൈസയാണ് സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഒരു സംഗതി കൂടെ ഞാൻ പറയാം. ഈ കഴിഞ്ഞ അതായത് ജനുവരി 6-ാം തീയതി നമ്മുടെ റോഡ്സിന്റെ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്ത് ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. അതായത് 1464 കോടി രൂപയുടെ പ്രോജക്റ്റാണ് കഴിഞ്ഞ ജനുവരി 6-ാം തീയതി അനൗൺസ് ചെയ്തത്. 2022 ഡിസംബർ 15-ാം തീയതി അദ്ദേഹം അനൗൺസ് ചെയ്ത് 45,536 കോടി രൂപയുടെ റോഡിന്റെ പദ്ധതികൾ മാത്രമാണ്. നാഷണൽ ഹൈവേ, പ്രധാനപ്പെട്ട റോഡുകൾ, പാലങ്ങൾ ഇതെല്ലാം പണിയുന്നതിന് 45,536 കോടി രൂപ. ഇതെല്ലാം 2025 ആകുമ്പോഴേക്കും ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത്. റോഡിന് വേണ്ടി പൈസ, റെയിൽവേക്ക് പൈസ, പ്രധാനമന്ത്രി ആവാസ് യോജന, ഹെൽത്ത് ഗ്രാന്റ്, ജൽജീവൻ മിഷൻ, എന്തിനാണോ പൈസ അത് മുഴുവൻ കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും കേരളം ഈ പറഞ്ഞ രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സംഗതി കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2023 ജൂലൈ മാസം ഒരു കത്തെഴുതി ധനമന്ത്രി 57,000 കോടി രൂപ കേരളത്തിന് നൽകാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 57,000 കോടി രൂപ നൽകാനുണ്ട് എന്ന് പൊതുജനമധ്യത്തിൽ പറയുകയും എന്നാൽ ആ കത്തിൽ 31,000 കോടി രൂപ മാത്രമേ ആ കത്തിൽ പറഞ്ഞിട്ടുള്ളൂ കിട്ടാനുണ്ടോ എന്നുള്ളത്. അതായത് ചുരുങ്ങിയത് ഒരു 25,000 കോടി രൂപ ഒരു നിമിഷം കൊണ്ട് ധനമന്ത്രി വിഴുങ്ങി. അപ്പൊ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാര് ഒരുമ്പിടുക. ഇതില് സത്യവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഒരു സംഗതിയാണ്. മുഖ്യമന്ത്രി വീട്ടിൽ കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നു എന്നത് വസ്തുതാവിരുദ്ധമാണ് എന്ന വാദം ആവർത്തിക്കുകയാണ് എം വിൻസെന്റ്. നോക്കൂ, ഇവിടെ കേരളത്തെ സംബന്ധിച്ച് അത് ഉണ്ടാക്കുന്ന ധനപ്രതിസന്ധി പരിഹരിക്കുക, അതിന് ആത്യന്തികമായ സമീപന പ്രശ്നം മാറ്റുക എന്നതിന്റെ പേരിലാണ് സമരം നടത്തുന്നത്. ആ സമരത്തെ നിങ്ങൾ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ? ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന സമരത്തിന് വേറെ ഉദ്ദേശങ്ങളൊക്കെ എന്നുള്ള പരാതി നിങ്ങൾക്കുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതിന്റെ മെറിറ്റിനെ നിങ്ങൾ പിന്താങ്ങുന്നുണ്ടോ ഈ സമരത്തിന്റെ? സമരം ഇല്ലല്ലോ ഇപ്പോ. കേന്ദ്രത്തിനെതിരെ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അത് ഒരു സമ്മേളനമാക്കി അവർ മാറ്റുകയാണ്. ഒരു സമ്മേളനം നടത്തുകയാണ്. അത് ഡൽഹി കൊണ്ട് ഒരു സമ്മേളനം നടത്താൻ ഡൽഹി പോകുന്നതിനാണ്. സമരം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സമരം നടത്തുന്നത് ജന്തർ മന്ദറിലോ സാധാരണയായി സമരം നടത്തുന്നത് അവിടെയാണ്. അവിടെയൊന്നും സമരം നടത്താതെ എവിടെയോ ഒരു സമ്മേളനം നടത്തും എന്ന് പറഞ്ഞ് നടക്കുകയാണ്. സമരം പ്രഖ്യാപിച്ചവർ ഇപ്പൊ സമരസപ്പെടുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നയപ്രഖ്യാപനത്തിൽ ഈ ബഹുമാന്യായ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലുള്ള ഒരു രൂക്ഷമായ വിമർശനവും നയപ്രഖ്യാപനത്തിലില്ല. നയപ്രഖ്യാപനത്തിൽ വരേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിനെതിരായി കുറ്റപ്പെടുത്തുന്ന ഒരു രൂക്ഷമായി കുറ്റപ്പെടുന്ന ഒരു വാക്കുപോലും അതിനകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് 2 ലക്ഷം ടൺ അരി കുറവ് ചെയ്തു. ഗോതമ്പ് വെട്ടിക്കുറച്ചെന്നുള്ളതല്ല, ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്തി. മണ്ണെണ്ണ 3 മാസത്തിനിടയ്ക്ക് 1/4 ലിറ്റർ കിട്ടത്തക്ക രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ എല്ലാം കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് അവഗണിച്ചപ്പോഴും ആ നയപ്രഖ്യാപനത്തിൽ അതിനെതിരെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു വാക്ക് പോലും ഉൾപ്പെടുത്താൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിനുള്ള ഒരു തലോടലായിട്ടാണ് മാറിയിരിക്കുന്നത്. എന്നിട്ടിവിടെ ഈ നാട്ടിൽ മനുഷ്യച്ചങ്ങല പിടിക്കുന്നു. അറിയപ്പെടാത്ത കുഗ്രാമങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രസംഗിക്കുകയും എന്നാൽ നിയമസഭ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട വേദിയിൽ അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവതരിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഡോക്യുമെന്റിനുള്ളിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തലും കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയെക്കുറിച്ചുള്ള ഒരു വാക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വസ്തുത. അപ്പൊ ഇവരുടെ ഈ സമരം ആത്മാർത്ഥതയില്ലാത്തതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം സമരം പ്രഖ്യാപിച്ചവർ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോയി. 2 നയപ്രഖ്യാപനത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യവും അവർ ഉൾപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ ഇവിടെ ബഹുമാന്യായ ശൈലജ ടീച്ചർ പറഞ്ഞത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അതൊരിക്കലും നമ്മുടെ പൊതുകടത്തിൽ വരില്ല. ശരിയാണ്. എങ്ങനെയാണെങ്കിൽ അതിന് ഗവൺമെന്റിന്റെ സോവറിൻ ആയിട്ടുള്ള ഗ്യാരണ്ടി ഇല്ലെങ്കിൽ, ഗവൺമെന്റ് സോവറിൻ ഗ്യാരണ്ടിയാണ്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന് ഈ കിഫ്ബിയിലും അതുപോലെ തന്നെ
പിന്നെ പെൻഷൻ ഫണ്ട് ബോർഡിലും എല്ലാമുള്ള കടമെടുപ്പിന് ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുകയാണ്. ഗവൺമെന്റ് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സ്ഥാപനങ്ങൾക്ക് ലോൺ കൊടുക്കുന്നത്, പണം കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായും അത് ഗവൺമെന്റ് കടമെടുപ്പ് പരിധിയിൽ വരും. ഇതല്ലാതെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അല്ലാതെ ഗവൺമെന്റ് ഗ്യാരണ്ടി ഇല്ലാതെ നിങ്ങൾ കടമെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് കടമെടുപ്പ് പരിധിയിൽ വരില്ല. അതാണ് അവിടുത്തെ വ്യത്യാസം. ഇതിപ്പോ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കടമെടുപ്പ് അപ്പൊ ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ നമ്മുടെ കടമെടുപ്പ് പരിധി കഴിഞ്ഞിരിക്കുന്നു. അതാണ് അതിന്റെ വസ്തുത. അപ്പൊ ഈ പറയുന്നത് പോലെ കേന്ദ്രത്തിനെതിരെ പറയുന്നത് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിലേക്ക് പോകാനോ കേന്ദ്രത്തിനെതിരെ ഒരു ശക്തമായ നിലപാടെടുക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബഹുമാനായ മുഖ്യമന്ത്രി, നിങ്ങൾ കഴിഞ്ഞ കാലയളവിലുള്ള പിന്നെ നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മോദിയുടെ പേരെടുത്ത് വിമർശിക്കുന്ന എത്ര പ്രാവശ്യം അത് വിമർശിച്ചിട്ടുണ്ട്? ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിനെതിരെ മോദിക്കെതിരെ ആത്മാർത്ഥമായ സമരമില്ല. രണ്ടാമത്തത് ഈ പറയുന്ന പല കാര്യങ്ങളും നിൽക്കാത്തതാണെന്നാണ് പ്രൊഫസർ മല്ലിക എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധ. ശ്രീമതി മല്ലിക, നോക്കൂ, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഈ ധനകാര്യ കമ്മീഷന്റെ ക്രൈറ്റീരിയ അതിനോടൊക്കെ നമ്മൾ മല്ലിടാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് പുതിയ കാലത്ത് പുതിയ വിഭവ സമാഹരണ പദ്ധതികൾ വേണം, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ ആലോചന വേണം. ഇരവാദമല്ല ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്ന ആളുകളുണ്ട്. സത്യത്തിൽ പുതിയ കാലത്ത് നമ്മൾ പുതിയ ഒരു മെക്കാനിസം ഉണ്ടാക്കുകയാണോ വേണ്ടത്, അതോ ഇതിനകത്ത് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതിനാണോ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്? നമ്മളെ ശരിക്കും സർക്കാരിന്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ടാക്സിന്റെ ഒക്കെ രീതിയിലേക്ക് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ്. അത് ആ സാധനം തിരിച്ച് ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതില് നമ്മൾ എന്താന്ന് വെച്ചാല് നമ്മളുടെ ടാക്സ് സംസ്ഥാനങ്ങൾക്ക് പിന്നെ ടാക്സ് കളക്ട് ചെയ്യാനും അതിന്റെ എത്രയാണ് അത് തീരുമാനിക്കാനും ഒന്ന് സെൻട്രലൈസ്ഡ് അല്ലാതെ സംസ്ഥാനങ്ങൾക്ക് അധികാരം മുഴുവൻ എന്ത് ചെയ്യുന്നു സെൻട്രൽ ഗവൺമെന്റിന് പിന്നെ നിക്ഷിപ്തമാണ് ഇപ്പോ. പിന്നെ അത് കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പല കളക്ഷൻ നമ്മുടെ എമൗണ്ടിന്റെ അകത്തൊക്കെ തന്നെ പെർസെന്റേജ് വൈസ് മോൾ തൊട്ടിൽ ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ അല്ലെങ്കിൽ പ്രാദേശികമായി ഇന്ത്യയെ പോലെയുള്ള വലിയൊരു രാജ്യത്തിന്റെ അകത്ത് വ്യത്യസ്തമായ സംസ്ഥാനങ്ങളും വ്യത്യസ്തമായ പിന്നെ പർച്ചേസിംഗ് കപ്പാസിറ്റിയും വ്യത്യസ്തമായ രീതിയിലുള്ള സംസ്ഥാനങ്ങൾക്കകത്ത് ആ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള തീരുമാനമാണ്. അതിൽ ഇതിന്റെ അകത്ത് മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് പറയും. പക്ഷെ അതിൽ തീരുമാനം എടുക്കുന്നത് എപ്പോഴും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എവിടെയാണ് സെൻട്രൽ പവർ ഉള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ കുറ്റം പറയല്ല ഇവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏത് രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്? നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആകെ സംസ്ഥാനത്തിന് പിടിക്കാൻ പറ്റുന്ന നികുതി പിരിക്കാൻ പറ്റുന്ന മാർഗങ്ങളിൽ പിരിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിലേക്ക് വിമർശിക്കപ്പെടും. പിന്നെ നമ്മൾക്ക് ആവശ്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് ഒരു ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തപ്പോൾ മൊത്തം സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്രയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്ക്. 300 രൂപ 200 രൂപയും 500 രൂപയും മാക്സിമം പോയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ 1000 രൂപ ഒരു കേസിന് മാത്രം. ആ രീതിയിൽ മാത്രം കൊടുക്കുക. ഏറ്റവും കൂടുതൽ എല്ലാ ഇടങ്ങളിലും ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം കേരള. ഈ രീതിയിലേക്ക് പലതരത്തിൽ മാത്രമല്ല നമുക്കിവിടെ ഈ പലപ്പോഴും എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ക്ഷേമ ബോക്സുകളുണ്ട് പലയിടങ്ങളിലും. അവർക്ക് മറ്റു സാധനങ്ങളൊക്കെ 100% സാമൂഹ്യ സുരക്ഷിതത്വം ഈ പറയുന്ന 1600 വലിയ കൂടുതലാണെന്നല്ല പറയുന്നത്. പക്ഷെ അത് കൂട്ടേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ എക്സ്പെൻഡിച്ചർ നമുക്ക് കുറയ്ക്കാൻ കഴിയാത്തിടത്ത് അപ്പൊ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ടാക്സ് കളക്ഷൻ ഉണ്ടാവുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും കൂടുതൽ എമൗണ്ട് കിട്ടുകയും ചെയ്യുന്ന ഇടങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ കൊടുക്കുന്നുമില്ല. അപ്പൊ ഇതിനെ കൊടുക്കുന്നുണ്ട്, കാര്യക്ഷമമാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള ഏത് തരത്തിലാണെങ്കിലും കാര്യക്ഷമമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പൂർണ്ണ അർത്ഥത്തിലെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ മാത്രം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കടം എത്രയാണ്, GDP-യുടെ എത്ര % ആണ് സെൻട്രൽ ഗവൺമെന്റ് കടം എടുക്കുന്നത്, അവരെങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഏതെല്ലാം ഇടങ്ങളിലേക്ക് അവർ യാത്ര ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ പറയുന്ന പലതരത്തിലേക്കുള്ള രീതിയിലേക്കുള്ള സ്പെൻഡിങ്ങിൽ അതിന്റെ അകത്ത് എന്തുകൊണ്ടാണ് കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മൾ തനത് വരുമാനം ഉണ്ടാക്കിക്കൊള്ളണം, നമ്മൾ സ്വയം ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന വാദം നിലനിൽക്കാത്ത ഒന്നാണ്. അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ സമീപനം പ്രധാനപ്പെട്ടതാണ്.
ധനകാര്യ കമ്മീഷനകത്ത് പോലും കേന്ദ്ര സർക്കാരിൻ്റെ ടേക്കിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന കാര്യമാണ് ശ്രീമതി മല്ലിക ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇരവാദം എന്ന് പറയുന്ന ഒരു പ്രധാന സംഗതിയാണെന്നാണ്. താങ്ക് യു ശ്രീമതി മല്ലിക. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് കേട്ടോ. ശ്രീ കൃഷ്ണദാസ്, ഇവിടെ നിങ്ങൾ ഭരിക്കാൻ തുടങ്ങിയ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്കത്തെ കഥ എടുത്തു നോക്കൂ. നിങ്ങളുടെ പ്രതിപക്ഷ ചേരിയിലുള്ള സംസ്ഥാനങ്ങൾ മുഴുവൻ ഇത്തരം സംഗതികളുടെ പേരിൽ, വിവേചന സമീപനത്തിൻ്റെ പേരിൽ നിങ്ങളുമായിട്ട് മല്ലിടുകയാണ്, നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അതെന്താണ് നിങ്ങളുടെ ഭരണകാലത്ത് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ശ്രീകൃഷ്ണദാസ്, ഞാൻ ഓഡിയോ കേൾക്കുന്നില്ല, ഒന്ന് ക്ഷമിക്കണം. തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്, അതിനപ്പുറത്ത് കർണാടക. ഈ 2 സംസ്ഥാനങ്ങളും എവിടെയെങ്കിലും കേന്ദ്രം അവരെ ഈ പറയുന്ന രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു, സാമ്പത്തികമായി ഞെരുക്കം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് താങ്കൾ കേട്ടിട്ടുണ്ടോ? പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണല്ലോ. കർണാടകയിൽ കോൺഗ്രസ്, തമിഴ്നാടിൽ DMK. ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ലഭിച്ചിട്ടുള്ള ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ ഒരു സംസ്ഥാനം കേരളമാണ്. അങ്ങനെയുള്ള നികുതി വിഹിതം കിട്ടാത്തതിന്റെ പേരിൽ തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ മകൻ ഉദയനിധിയും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും തമ്മിലുണ്ടാക്കിയ ഉടക്കും അതിൽ ഉപയോഗിച്ച വാക്കും സമീപകാലത്താണ് നമുക്ക് ഓർമ്മയുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് എടുത്തു തരാനല്ല ഞാൻ ചോദിക്കുന്നതെന്നാണ് ഉദയനിധി പറഞ്ഞത്. ഉദയനിധിയെ പോലെ കുറച്ചുകൂടി നല്ല വർത്താനം പറഞ്ഞ് ശീലിക്കണമെന്ന് നിർമ്മല മറുപടി പറഞ്ഞൊക്കെ നമുക്കറിയാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനുള്ള വിഷയങ്ങളല്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സനാതന ധർമ്മത്തെ കുറിച്ച് മോശമായിട്ട് അതല്ല, സനാതനധർമ്മം വേറെ, നികുതി വിഹിതത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അല്ലെന്ന് നികുതി, ഞാൻ പറയുന്നത് കേരളം കരയുന്നത് പോലെ കർണാടകവും തമിഴ്നാടും കരയുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കേരളം ഇവിടെ നിത്യേന കരച്ചിലല്ലേ? ഈ കരച്ചിലൊക്കെ ഒരു ഭാഗത്ത് ഈ നാടകം കളിക്കുമ്പോഴും മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത്? മുഖ്യമന്ത്രി ഈ പറയുന്ന രീതിയിൽ ഈ ദൂർത്തിന്റെ, ഞാൻ എത്ര ഉദാഹരണം ഇപ്പൊ നേരത്തെ ഞാനിപ്പോ സൂചിപ്പിച്ചു. നിങ്ങൾക്ക് ഈ സർക്കാരിന്റെ എക്സ്പെൻസ് എല്ലാം എടുത്ത് ദൂർത്താക്കാനാണെങ്കിൽ അതിനേക്കാൾ വലിയ ദൂർത്ത് നടത്തുന്നതാണ് കേന്ദ്ര സർക്കാർ എന്ന കാര്യമാണ് പ്രൊഫസർ മല്ലിക നേരത്തെ ഓർമ്മിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ദൂർത്തെടുത്ത് നോക്കിയാൽ കേരളം ഒന്നുമല്ല. അല്ല, കേന്ദ്ര സർക്കാരിന്റെ ദൂർത്ത് എന്തിലാ? താങ്കളൊന്ന് എനിക്കൊന്ന് ഏതിലാ ദൂർത്ത് അടിച്ചിരിക്കുന്നത് ഒന്ന് പറയൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം വെച്ച ഒരു പോയിന്റിനൊപ്പം നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം. പ്രധാനമന്ത്രിയുടെ പടമുള്ള സെൽഫി പോയിന്റ് ആണ് രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സ്ഥാപിക്കുന്നുണ്ട്. അതിന് അലോക്കേറ്റ് ചെയ്യുന്ന പണം എത്രയാണെന്ന് താങ്കൾക്ക് അറിയാമോ? കേന്ദ്ര സർക്കാർ ദൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും 10ാമത്തെ സാമ്പത്തിക ശക്തി ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ ഒരിക്കലും 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറില്ലായിരുന്നു. ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ 5ാം സ്ഥാനത്താണ് ഇന്ത്യ. മോഡി ഭരണത്തിൽ വരുമ്പോ എത്രാം സ്ഥാനത്താ? 10ാം സ്ഥാനത്താണ്. അപ്പൊ ദൂർത്തുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലെ വരില്ല. പാപ്പറായിട്ടുണ്ടാവും. കേരളം പാപ്പറായ പോലെ പാപ്പറായിട്ടുണ്ടാവും. ശരി, അപ്പൊ കേന്ദ്രം വളരെ നല്ല രീതിയിൽ കേരളത്തിന്റെ മാത്രമായ പ്രശ്നമാണിത്, കേന്ദ്രത്തിന്റെ പൊതുസമീപനത്തിന്റെ പ്രശ്നമല്ല എന്ന പോയിന്റ് ആവർത്തിക്കുകയാണ് താങ്കൾ. എന്റെ സമയം കഴിഞ്ഞു. താങ്ക് യു ശ്രീ കൃഷ്ണദാസ്, ശ്രീ വിൻസെന്റ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.